നമസ്കാരം. ഒരു അപൂർവ സംയോഗം നടക്കുവാൻ പോവുകയാണ്. ഈ ഫെബ്രുവരി മാസം 26 മഹാശിവരാത്രി ദിവസം ശനിയും ചന്ദ്രനും കൂടി ചേർന്ന് അത്യപൂർവമായ ഒരു യോഗം ഉണ്ടാകാൻ പോകുന്നു. അതായത് ചന്ദ്രനും ശനിയും ചേരുമ്പോൾ ഭാഗ്യം വന്നുദിക്കുകയാണ്. 60 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംയോഗം രൂപപ്പെടുന്നത്. ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷം തന്നെയാണ് മഹാശിവരാത്രി സമയത്ത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. വേദജ്യോതിഷം എന്ന് പറയുന്നത് നിമിത്തമായിട്ടും ലക്ഷണമായിട്ടും ഒരു സൂചനയായിട്ടുമൊക്കെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. നമുക്ക് നല്ല സമയം വരുമ്പോൾ ഒരു സൂചനയായി അത് തരികയാണെങ്കിൽ തീർച്ചയായും ആ ഒരു സമയത്ത് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിനും മുഹൂർത്തവും അതുപോലെ തന്നെ ശുഭസമയങ്ങളും നോക്കി ചെയ്യുന്ന ഏതൊരാൾക്കും ഉയർച്ചയും ധനവും ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിരീശ്വരവാദികൾ പല രീതിയിലുള്ള പല വ്യാഖ്യാനങ്ങളും നടത്തുമെങ്കിലും തീർച്ചയായും ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഫലം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രകൃതി എന്നത് പ്രപഞ്ച സത്യം തന്നെയാണ്. പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ നമുക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിലുള്ള ഈ ഒരു ജ്യോതിഷശാസ്ത്രം പല കാര്യങ്ങൾക്കും പല രീതിയിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 60 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു മഹായോഗം ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ രാശിക്കാർ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടൻ രാശിക്കാരാണ്. ശനിയുടെയും ചന്ദ്രൻ്റെയും മഹാശിവരാത്രി ദിനത്തിലുള്ള സംയോഗം കൊണ്ട് മേടൻ രാശിക്കാരുടെ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടം തുടങ്ങുകയാണ്. നിങ്ങളുടെ കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങളിൽ നിന്ന് അകലും. മാത്രമല്ല ലക്ഷപ്രഭുക്കൾ ആകുവാനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗം കൊണ്ട് ലഭിക്കുന്നതാണ്. മഹാശിവരാത്രി ദിനത്തിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗവും ഗുണകരമായി വരുന്നത്. അതിനാൽ തന്നെ മേടൻ രാശിക്കാരായ ആളുകൾക്ക് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ ഒരു മഹാഗ്രഹ സംയോഗത്തോടെ ഭാഗ്യം ലഭിക്കും. ചില പ്രത്യേക തരത്തിലുള്ള പദവികളും സമൂഹത്തിലുള്ളവരിൽ നിന്ന് പ്രശംസയുമൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന മഹാഭാഗ്യമാണ് നിങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും അത് നേടിയെടുക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ മഹാഗ്രഹ സംയോഗം. ഇനി രണ്ടാമത്തെ രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനം രാശിക്കാരാണ്. ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരട്ട ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമായി മാറ്റുവാൻ മിഥുന രാശിക്കാർക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗം കൊണ്ട് സാധിക്കും. അതുപോലെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ഉയർച്ചകൾ ഈ ഒരു സമയത്ത് കൈവരിക്കുവാൻ സാധിക്കും. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ നൽകുന്ന സമയമാണ്. വിദേശ വരുമാനമൊക്കെ കൈപ്പറ്റുവാനുള്ള ഭാഗ്യവും ഈ സമയത്ത് ലഭിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാവാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സാമ്പത്തിക വരുമാനവുമാവാം. അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ മുഖാന്തരം വന്നു ചേരുന്നതും ആവാം. എന്തുകൊണ്ടും ഈ ഒരു മഹാശിവരാത്രിയിലുള്ള മഹാഗ്രഹ സംയോഗം നിങ്ങളുടെ ഉയർച്ചകളുടെ തുടക്കം തന്നെയാണ്. ഇനി മൂന്നാമതായി മഹാശിവരാത്രി ദിനത്തിലെ മഹാഗ്രഹ സംയോഗം ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാർ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസികമായ സന്തോഷവും സമാധാനവും അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായ ഉയർച്ചകളും എല്ലാം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും മഹാശിവരാത്രി ദിനം. കൂടാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ചെയ്യുന്ന ഏതൊരു നിക്ഷേപമാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ലാഭം കൊയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു ഭാഗ്യദശ കൊണ്ടുവരുന്നത്. അതുപോലെ ഭൂമി സംബന്ധമായതോ സ്വത്ത് സംബന്ധമായതോ ആയ തർക്കങ്ങൾ, ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു മഹാഗ്രഹ സംയോഗം കൊണ്ട് അതിനൊരു പരിഹാരം കാണുന്നതാണ്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ തന്നെ മികച്ച ഒരു മാറ്റം വരുത്തുന്ന കാര്യമായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലായിത്തീരും. മാനസിക സന്തോഷത്തോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ചിങ്ങം രാശിക്കാരെ തേടിയെത്തുന്നതാണ്. മേൽപ്പറഞ്ഞ രാശിക്കാർക്കാണ് ഈ അപൂർവ സംയോഗം മൂലം ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.